ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നേക്കണേ. എന്താണെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു മേക്ക് ചിക്കൻ ബിരിയാണി ഗൈസ്. അപ്പം കം വിത്ത് മീ ടു മേക്ക് ചിക്കൻ ബിരിയാണി. ആൻഡ് ഓൾസോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസ് അല്ലാണ്ട് വേറൊരു സാധനം നമ്മുടെ കയ്യിലില്ല. അപ്പം നമുക്ക് ആദ്യം ഷോപ്പിൽ പോയിട്ട് ചിക്കനും ബാക്കി സാധനങ്ങളും മേടിക്കാം. അതിൻ്റെ കൂടെ തന്നെ റൈസ് നമുക്കൊന്ന് കുതിർക്കാൻ വെച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ കുതിർക്കാൻ വെക്കുന്ന റൈസാണ് ഗൈസ്. ആണ് നമ്മുടെ ഷോപ്പിങ്ങിന് പോകുന്ന കോലം ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്പാറിൽ പോയി സാധനങ്ങൾ മേടിക്കാം. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ചെക്ക് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും സ്പാറിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാം. ദേ ഒരു എയർക്രാഫ്റ്റ് പോണു ഗൈസ്. നമ്മുടെ അക്കോമഡേഷൻ നിന്ന് ഒരു 4 minutes വാക്കാണ് ഈ സ്പാറിലോട്ടുള്ളത്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ അത്യാവശ്യം എല്ലാ ഗ്രോസറീസും നമ്മൾ വാങ്ങുന്ന ഒരു ഫേമസ് ഷോപ്പാണ് സ്പാർ. അതിന് തന്നെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സ്പാറിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാം. ഇവിടെ തന്നെ ഒത്തിരി കടയുണ്ട്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ സ്പാറിലെത്തി നമുക്ക് ആദ്യം തന്നെ ട്രോളി എടുത്തിട്ട് സാധനം മേടിക്കാൻ പോവാം. പിന്നെ ഒരിക്കൽ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾക്ക് വേഗം പെറുക്കി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ടെത്തി ഞാൻ പൈനാപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പണി ആരംഭിക്കുകയായി ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ സവാള അരിഞ്ഞ് അത് റെഡിയാക്കാമെന്ന് ഓർത്തു. ആ കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയായി. നമുക്ക് കുക്കിങ്ങിനായിട്ട് നമ്മുടെ ഷാൻജിയുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാള ഇട്ട് ഒന്ന് വറുത്തെടുക്കുവാണ് സവാള. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് പരിപാടി തുടങ്ങി. സവാള ആദ്യം തന്നെ കുറച്ച് വറുക്കാനെടുത്തു. ബാക്കി പിന്നെയും സവാള നമുക്ക് ആവശ്യമുണ്ട്. കട്ട് ചെയ്തു. നമുക്ക് സവാള ഏകദേശം റോസ്റ്റായി. ഇനി ചിക്കൻ്റെ പരിപാടിയാണ്. അപ്പോൾ ചിക്കനിലോട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, മുളക് പൊടി, എനിക്കങ്ങനെ അളവൊന്നുമില്ല ഗൈസ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന്, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല, പെപ്പർ പൗഡർ, അങ്ങനെയെല്ലാം ആവശ്യത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് സവാള സോട്ട് ചെയ്യാം. അപ്പം സവാള ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. നമുക്ക് ബിരിയാണിയുടെ പണി ആരംഭിക്കാം ഗൈസ്. ബേ ലീവ്സ് നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പട്ട, ഏലക്ക, നമുക്കിപ്പോൾ ബിരിയാണിക്കായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടി, എനിക്കങ്ങനെ അളവൊന്നുമില്ല, ഒരു ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി നന്നായിട്ട് മസാല ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളത്തിൽ സവാള ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ ഒഴിച്ചിലോട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുവാണ്. നമുക്ക് പട്ടയും ബേ ലീവ്സും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള നമുക്ക് കുറച്ചൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റൈസ് വേവിക്കാനായിട്ട് കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്കിനി അതിലോട്ട് റൈസ്, നേരത്തെ കുതിർക്കാൻ വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം എന്നൊക്കെയാണ് ഷാൻജിയോ പറയണേ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്കൊരു 70% ഈ റൈസ് വേവിച്ചാൽ മതി. നമുക്കിപ്പോൾ അതിനായിട്ട് വേവിക്കാൻ വെക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്നിനി വഴട്ടിയെടുക്കാം. കാരണം ഓൾറെഡി നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയാണ്. ഈ പാത്രത്തിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം പാത്രം കുറച്ച് ചെറുതാണ്. ഉള്ളത് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാം നമുക്ക്. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് റൈസ് ഇട്ടിട്ട് ദം ചെയ്യാം ഗൈസ്. അത് ഒരു 70% കുക്ക്ഡ് ആയിട്ടുള്ള റൈസാണിത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ പുറത്തോട്ട് 70 അല്ല, ആക്ച്വലി 90% കുക്കായി. നമുക്കത് ഇട്ട് കൊടുക്കാം. ലീവ്സ് ഇടുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ടോപ്പപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പൈനാപ്പിളും കൂടെ ടോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരള ബിരിയാണിക്ക് പെണ്ടതൊന്നും ഷാൻജിയിലില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് പൈനാപ്പിളൊക്കെ ഇട്ടങ്ങ് സെറ്റാക്കാമെന്ന് ഓർത്തു. നമ്മുടെ നേരത്തെ സെറ്റായ ചിക്കൻ കറിയിൽ കുറച്ച് ചാറ് എക്സ്ട്രാ തോന്നി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ അതിൻ്റെ പുറത്തൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് യോഗട്ട് വെച്ചിട്ട് സാലഡ് കൂടെ ഉണ്ടാക്കിയാലോ. സാലഡ് ഉണ്ടാക്കാം ഗൈസ്. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി ഗൈസ്. സാലഡും കുറച്ച് പൈനാപ്പിളും ബിരിയാണിക്ക് സെറ്റായി. നമ്മൾ എക്സ്ട്രാ വന്ന ചാറ് ഒഴിച്ചുകൊണ്ടാണ് മേൽവശത്ത് മുഴുവൻ ചിക്കൻ്റെ ഒരു കറിയുടെ ഒരു ഇത് ഫീൽ ചെയ്യണേ. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പം എൻ്റെ കഴിക്കാനുള്ള പങ്ക് ഞാൻ എടുത്തു ഗൈസ്. അപ്പം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം അതും കൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.